ഇനി മുതൽ രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യില്ല. അന്യായമായ രാഷ്ട്രീയ പരോളുകൾ ഇനി നടക്കില്ല. ജയിൽ മാനുവലും റൂൾസും പരിഷ്കരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ മൊത്തത്തിൽ അഴിച്ചുപണികൾ നടക്കുന്നതിന്റെ സൂചനകളാണ്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോവുകയോ ഇനി ചെയ്യില്ല. തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ല. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ തടവുകാർക്ക് അനാവശ്യമായ പരോളുകൾ പലതും കോടതിയിൽ നിന്നാണ് കിട്ടുന്നത്. ജയിൽ ഉപദേശക സമിതികൾ റെക്കമെൻഡ് ചെയ്തു വന്നിട്ടുള്ള പല കേസുകളുമുണ്ട്. അത് സാധാരണ അവധിയാണ്, പരോളല്ല. ന്യായമായ തടവുകാർക്ക് കിട്ടേണ്ട അവകാശമാണ് ഈ അവധി. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും. അതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ജയിലുകൾ മുന്നോട്ടു പോകുന്ന സന്ദർഭമാണ്. ജയിൽ പുള്ളികൾ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കൾ വിറ്റഴിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ചപ്പാത്തി യൂണിറ്റുകൾ, പെട്രോൾ പമ്പുകൾ, അതൊക്കെ നല്ല നിലയിൽ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജയിലിന്റെ വികസനം നടത്തുന്നുമുണ്ട്. ബാക്കിയുള്ള പണം ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ജയിലിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ജയിലിലെ അന്തേവാസികൾ, തടവ് പുള്ളികൾ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാതെ അതേസമയം നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിംഗ് വളരെ ഫലപ്രദമായി. ഭാവിയിൽ ജയിലുകളുടെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനും ജയിൽ പുള്ളികളുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കാനും ഒക്കെയുള്ള സമഗ്രമായ ഒരു പദ്ധതിയെ പറ്റിയാണ് ആലോചിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജയിൽ മാനുവൽ പരിഷ്കരണം, ജയിൽ റൂൾസിലെ പരിഷ്കരണം, ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് അത് പ്രത്യേകമായി പരിശോധിക്കാനും തീരുമാനിച്ചു. ജയിൽ ചാട്ടം അന്വേഷിക്കാനുള്ള കമ്മിറ്റിയുടെ കാലാവധി 3 മാസം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ജേക്കബ് പുന്നൂസും അടങ്ങുന്ന 2 അംഗ കമ്മിറ്റിയാണിത്. പോലീസ് ആഭ്യന്തര വകുപ്പ് നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ വലിയ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവർ ചേർന്നാണ് ഇത് നടത്തുന്നത്. അതിന് മാധ്യമങ്ങളുടെ പൂർണ്ണ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന മയക്കുമരുന്ന് ശൃംഖലകളെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതി ശക്തമായി മുന്നേറുന്നതായി ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 728 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 795 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ രാജ്യാന്തര വിപണിയിൽ ഏകദേശം 60 ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകളാണ് പോലീസ് പിടിച്ചെടുത്തത്. 625 ഗ്രാം MDMA, 48.049 കിലോഗ്രാം കഞ്ചാവ്, 136 ഗ്രാം ഹാഷിഷ് ഓയിൽ, 480 കഞ്ചാവ് ബീഡികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിടിച്ചെടുത്തവയിൽ ചെറിയ അളവിലുള്ള 233 കേസുകളും കൊമേഴ്ഷ്യൽ അളവിലുള്ള 6 കേസുകളും ഉൾപ്പെടുന്നു. NDPS ആക്ട് പ്രകാരം 469 കേസുകളും COTPA പ്രകാരം 115 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചിരുന്നു. മയക്കുമരുന്നുകളുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിന് കീഴിൽ തൂഫാൻ ഇന്റലിജൻസ് എന്ന പ്രത്യേക സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട്. 84 പോലീസ് ഡിവിഷനുകളിലായി 16 അംഗങ്ങളുള്ള 4 പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ച് നിരോധിത മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ഉറവിടം കണ്ടെത്തി തടയുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി വിദേശത്തു നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്ന 2 പ്രധാന കണ്ണികളെ പോലീസ് അറസ്റ്റ് ചെയ്തതായി മന്ത്രി അറിയിച്ചു. പന്തളം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് നൈജീരിയൻ പൗരനായ സാമുവൽ ക്രിസർ ഓക്ഫോറിനെ ഡൽഹിയിൽ നിന്നും, പെരുന്നാട് കേസുമായി ബന്ധപ്പെട്ട് വിദേശ വനിതയായ എൽസീന സനാഡൻ സൂസയെ ബാംഗ്ലൂരിൽ നിന്നുമാണ് പിടികൂടിയത്. സ്കൂളുകൾ തുറന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ പുകയിലയും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പും നൽകി. മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സഹകരണം അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടിയ മന്ത്രി സിനിമാ താരങ്ങളായ മമ്മൂട്ടി, ഉണ്ണി മുകുന്ദൻ എന്നിവരും വിവിധ സാമൂഹിക മതസംഘടനകളും പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും അറിയിച്ചു. ആഭ്യന്തര, എക്സൈസ്, വിദ്യാഭ്യാസ, ആരോഗ്യ വകുപ്പുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസർ IG ഇന്റലിജൻസ് പുട്ട വിമലാദിത്യയാണ്. മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി പോലീസിനെ അറിയിക്കുന്നതിനായി നമ്പറുകളും വാട്സ്ആപ്പ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുന്നവരുടെ വ്യക്തി വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തന്നെ നേരിട്ട് അറിയിക്കാം. അത്തരം പരാതികൾ കർശന നടപടി സ്വീകരിക്കും. ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമായ നിയമ നടപടികളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഡ്രഗ് ഫ്രീ കേരളം യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.